പിന്നെ അവിടെ എന്താ പരിപാടി? ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് വരട്ടെ. അതൊക്കെ ഒരു സീക്രട്ടാ. പറ്റൂലല്ലോ, പറഞ്ഞെങ്കിലും ആശ്വസിക്കാലോ. ഞാൻ പയ്യെ നിന്റെ റൂമിൽ വരട്ടെ. ആത്മാർത്ഥ പ്രണയിനി ചതിച്ചതുകൊണ്ട് യുവാവ് അലക്കുകല്ലിൽ തലയിടിച്ച് മരിച്ചു. നിർഗുണൻ. റൂം തുറക്കണ്ട, ഞാൻ വിളിക്കാം. എന്താടാ? എന്തോന്നിപ്പം വായിച്ച്? ന്യൂസ്. എവിടെ നിന്നിട്ട് കാണിച്ചേ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, കണ്ണു പിടിക്കണില്ല. എനിക്കും പിടിക്കുന്നില്ല കേട്ടാ. അവള് ബാംഗ്ലൂർ പോയെന്നും പറഞ്ഞ് എന്നെ മറക്കുന്നു നീ വിചാരിക്കണം. എടാ, ബാംഗ്ലൂർ പോയ ഏത് ലടുക്കയാണെങ്കിലും ലടുക്കനാണെങ്കിലും അവിടെ എത്തിയ മനസ്സൊന്ന് കുലുങ്ങും. ആന്ധ്ര, നീ അങ്ങനെ പറഞ്ഞു. എടാ, ഇവിടുത്തെ ചായക്കട പോലല്ലേ അവിടുത്തെ റൂട്ടിലെ പബ്ബുകള്. അവിടെ കപ്പിൾ എൻട്രി അല്ലേ? അവളുടെ കപ്പിള് ഞാനല്ലേ, ഞാൻ ഇവിടെ അല്ലേ. ദർശനേ പാപം, സ്പർശനേ പുണ്യം. എന്നാ ഞാനും പോവാ ബാംഗ്ലൂർ, അപ്പം കപ്പിളാവുമല്ലോ. പൊക്കള് നോക്കി കുത്തും നിന്റെ തന്ത. ഈ ഗുദാമിലെ കോളേജിൽ അങ്ങനെ കെട്ടണക്കിന് കാശാ കെട്ടി വെച്ചേക്കുന്നത്. പകരം നീ എന്തോ കൊടുത്തത്? കെട്ടണക്കിന് സപ്ലിയോ? അത് എഴുതി തീർക്കാതെ അങ്ങനെ തന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ ഞാൻ അവളടുത്ത് ടോക്സിക് ആവട്ടെ, അപ്പൊ അവള് പോവില്ലല്ലോ. എടാ, പ്രേമ സെറ്റായി കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ ബ്രേക്കപ്പിനുള്ള കാരണങ്ങൾ തപ്പിയടക്കി ഇപ്പോഴത്തെ ആൾക്കാര്. ഇനി നീയായിട്ട് ഓരോന്ന് ഇട്ടുകൊടു. അവള് പറക്കട്ടാ. പറന്നങ്ങ് പോയാലോ? അത്ര ഉയരങ്ങളിൽ പറക്കുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കണം. മിക്കാറും നീ ആദ്യം പറഞ്ഞ വാർത്ത ഉടനെ വരും. ചുമ്മാ അലക്കല്ലി പോയി തലേന്ന് അലക്കി കളയല്ലേ, നമുക്ക് ഒറിജിനൽ ന്യൂസ് വായിക്കാം. പട്ടാപ്പകൽ ജിമ്മിൽ കയറി 2 യുവാക്കളെ കുത്തിക്കൊന്നു, പ്രതി ഒളിവിൽ. ഇറച്ചി കണ്ട് അസൂയപ്പെട്ട് കുത്തിയതായിരിക്കും അല്ലേ? എന്നാലും ഒരുത്തന്നെ കുത്തിയപ്പോ മറ്റവന്റെ എക്സ്പ്രഷൻ എന്തുവായിരുന്നു കാണും? ഇങ്ങനെ നിന്നപ്പോ മറ്റവനെ കുത്തി കാണും ആയിരിക്കും. യെസ്. കേസ് ക്ലോസ്ഡ്. അടുത്തത് വായിക്കാം. മൂർഖൻ പകലിറങ്ങും, ശംഖ് വരേൻ രാത്രിയും. നമ്മളെന്തോ അപ്പൊ ഉച്ചയ്ക്ക് ഇറങ്ങണോ? പെങ്ങളുടെ 150 പവൻ കാണാനില്ലെന്ന പരാതിയുമായി ചെന്ന ആങ്ങള അറസ്റ്റിൽ. അപ്പൊ ഇവനെ അതെടുത്തത് എന്തേലും ആവശ്യം കാണൂടാ. പരാതി കൊടുക്കാൻ ചെന്നപ്പോ പതറി കാണും. അപ്പം തൂക്കി കാണും. വന്ന് ഇൻസ്റ്റാ ന്യൂസ് കണക്കായി പത്രത്തിൽ. അടുത്ത ഇനി എന്തോ വള്ളിയാണോ എന്തോ പിടിച്ചോ. അച്ഛാ, ഫുഡ് കഴിച്ചു, ഇവിടെ സുഖം. വേറെന്താ? 7 കൊല്ലമൊക്കെ നീ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണോ എന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. 3 കൊല്ലം സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയച്ചാ. നിന്റെ കാര്യങ്ങൾ ടീച്ചർമാരെ വിളിച്ച് തിരക്കാന്ന് വിചാരിച്ചാ നിന്നെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം മരിച്ചുപോയി. ഇക്കൊല്ലം പാസ് ഔട്ട് ആവും അച്ഛാ. ഇല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും അവിടെ നിൽക്കുന്ന വാടക വീട്ടിൽ നിന്നും ഔട്ട്. അച്ഛൻ ഫുഡ് കഴിച്ചോ? നിന്നെ കണ്ടിട്ടൊരു വശപ്പശ കൊണ്ടല്ലോടാ. അല്ലേട്ടാ വാടകയ്ക്ക്. നീ വാടകയ്ക്ക് അല്ലേട്ടാ, ഹൗസ് ഓണർ പറഞ്ഞു താമസിച്ചു. ഹൗസ് ഓണർ പറഞ്ഞിട്ട് വന്നേ. വാടക മേടിക്കാനാന്നോ? അല്ല, വാടകയ്ക്ക് താമസിക്കാനായിട്ട്. അങ്ങേരെന്തോ കണ്ണി കണ്ടവർക്ക് വീട് കൊടുക്കുന്നത്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. അരുണേ, വാടക കൊടുത്ത നമ്പർ ബിസിയാ. എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. എന്തോ ചന്ദ്രനിൽ നിന്നോ? അല്ല, വയനാട് നിന്നാ. പേരെന്തോ? ദിനേശ്. വീട്ടുകാരാ? ചില്ലുംകുടി. എന്ത് വാഴക്കാപ്പോ? അച്ഛൻ്റെ പേരോ? രതീഷ്. ചില്ലുംകുട്ടി രതീഷ് മകൻ ദിനേശ്. ചെല്ല്. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഒരു കടി കുടുംബം മാറ്റി കൊടുക്ക. ഹലോ. അതെന്റെ ബെഡാ. ഓ സോറി. ഹലോ, അവിടെ ഓൾറെഡി 2 പേരുണ്ട്. ഒരാൾ ഓൺ ദ വേ. എങ്കിൽ ഞാൻ ബ്രോയിന്റെ കൂടെ കിടന്നോട്ടെ. അതിന് നീ പെണ്ണാണോടാ? ചില്ലും കൂട്ടി കിടന്നവനൊക്കെ എന്നോടെ കിടക്കണോ? പിന്നെ ഞാൻ ഇവിടെ കിടക്കും ചേട്ടാ. നീ പോയല്ലേ ചായക്കടയിൽ പോയി കിടക്കടാ മോദകമേ. ഡേയ്, ഇവിടെ സോഫ കിടപ്പുണ്ട്, അവിടെ കിടന്നോ. പേടിപ്പിക്കുന്നോടാ. ഇതെനിക്കായിട്ട് പണിഞ്ഞതാണോ? കമന്ന് കിടക്കരുത്. അതെന്താ? എനിക്കിഷ്ടമല്ല. എനിക്കും. വാടാ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? എന്തായാലും എനിക്ക് പിടിച്ചില്ല. കുഴപ്പമില്ല, ഈ മാസത്തെ റെന്റ് മൊത്തം തലയിൽ വെച്ച് കൊടുക്കുക. ഈ മാസത്തിൽ കൂടുതൽ നിർത്താൻ പറ്റൂലേ? മോലാളി സമ്മതിക്കൂ? അതിന് അങ്ങേര് ഇവിടെ ഇല്ലല്ലോ. പയറ് വന്നല്ല. എത്ര രൂപ കിട്ടി? 450 rupees. നമ്മൾ കാറ്ററിംഗ് പിള്ളേരെല്ലാരും കൂടെ ഒരു സമരത്തിന് ഇറങ്ങിയാലോ? മിനിമം ഒരു 800 രൂപയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ തികയൂലടാ. എനിക്ക് ഒറ്റയ്ക്കാണ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫൈൻ. എന്തുവാ പയറ്? പയറിന് വയറേറാൻ ഇതൊക്കെ മതി.
അകത്ത് ചില്ലുംകുട്ടി രതീഷ് ഇരിപ്പുണ്ട്. എന്നാ മൊത്തം എടുത്തങ്ങ് തിന്നാഞ്ഞെന്ത്? ചില്ലുംകൂട്ട് കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ വാടകയ്ക്ക് കയറ്റിയിട്ടുണ്ട്. വാടകയ്ക്കാ? നമ്മളിവിടെ വാടക കൊടുക്കാതെ താമസിക്കുമ്പോ ഒരുത്തൻ വാടക കൊടുത്ത് താമസിക്കണ്ട. കയറാൻ അങ്ങോട്ട്. വാ. ഫയർ ഓൺ ഫയർ. അടിക്കൊന്നും ചെയ്യല്ലേ, നിന്റെ ഒറ്റ കൈക്കില്ല അവൻ. ഇതാണോടാ കാലി സൈക്കിള് പറഞ്ഞു പോയല്ലോടാ. ഡാ. പയറ്. പയറാ? മാങ്ങ? ഇവന്റെ പേരാണ് പയറ്. ആ, നല്ല പേര്. ആരോട് വെച്ചിട്ടാടാ ഈ മാങ്ങ പറിച്ചത്? തൂങ്ങിക്കിടക്കുന്നുണ്ടപ്പോ. ഓഹോ, നാളെ അവൻ കുളിക്കാൻ ഇറങ്ങിയ വല്ലതും തൂങ്ങി കിടക്കുന്നുണ്ടാ നീ അങ്ങ് പറിക്കുവോ? പറിക്കാൻ പറ്റുന്നതാണേ പറിക്കും ചേട്ടാ. വാടാ ഇങ്ങോട്ട് വാടാ. നീ എന്തിനാ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? നോക്കിയോ നാടവിടറാ. വയനാടാളിയ ആണ് സത്യം. ചോദിച്ചു നോക്ക്. ഫ്ലോ കളഞ്ഞു. അതൊക്കെ ചോദിച്ചതാ, വേറെ ചോദിക്ക്. എന്റെ പണി എന്തുവാടാ? ഒരു പണിയാറിനെ പണീനെ വെച്ച് ഇറങ്ങിയതാ. ഓ, അപ്പൊ പണിയില്ല. ആ, നിങ്ങൾക്കൊക്കെ എന്തോ പണി? ടഫ് ക്വസ്റ്റ്യൻ. എന്തേലും പറ. വിഷയം മാറ്റടാ. അല്ല, ജോലി. വിഷയം മാറ്റടാ. ആ, ഓക്കെ, ജോലിയില്ല. ഡാ, ഓ ആ പിച്ചിയ മാങ്ങ ഉപ്പും മുളകും ഇട്ട് അരിഞ്ഞോണ്ടെങ്കി വാ. ഓ ഡാ, എണ്ണ ഒഴിച്ചോണ്. ഓ അണ്ണാ. എന്തുവാടാ? ഓ അണ്ണാ. ആ, ഞാൻ വേറെ കേട്ടോ. ഞാനും. അതെ, നമ്മളെല്ലാവരുടെയും ഈ മാസത്തെ വാടക അവനെ കൊണ്ടടപ്പിക്കണം. ആദ്യവാ അവന്റെ ഇടയ്ക്ക് ഒന്ന് നോക്കട്ടെ. ആ, പാറു വിളിക്കുന്നു. അവനൊക്കെ പെണ്ണ്. ഹലോ. പബ്ബിലാ? അവക്ക് പബ്ബിൽ പോണോന്ന്. ഞാൻ പറഞ്ഞില്ല, അവള് പറന്നു പോയി. പോവണ്ട. നിന്നെ പഠിക്കാനാണോ അഴിഞ്ഞാടാനാണോ അങ്ങോട്ട് വിട്ടെ? അഴിഞ്ഞാട്ടോ? അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ബാഡാവുന്നേ? നോ, പോവരുത്. നോ, പോയി. പാറു പറന്നു പോയി. ഇങ്ങനെയൊക്കെയാണ് ബ്രേക്കപ്പിന്റെ തുടക്കം. ഇത് ന്യായമാ? പിന്നല്ലാതെ 7 കൊല്ലം പറഞ്ഞ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. കയ്യിലാണ് എഞ്ചിന്റെ പൈസ ഇല്ല. പോരാത്തതിന് ഇപ്പൊ ടോക്സിക്കും. അപ്പൊ എന്റെ സൗന്ദര്യം മുഖത്തെ കള്ള ലക്ഷണം വെച്ച് പറഞ്ഞു നോക്കിയാടാ അവൻ. ചേട്ടാ, ഉപ്പും മുളകുണ്ടോ? ഇല്ലടാ, തട്ടിമുട്ടിയുണ്ട്. മതിയാ? അവിടെ കാണാടാ, നോക്കിയെട്. എന്ത് പുളിഞ്ചേ വിറ്റാടാ, ചിരിച്ചു വന്നേ ഉള്ളൂ. ഞാനും. ദാ. മാങ്ങയുടെ അണ്ടി എന്തിയടാ? എന്തിന്? ഈമ്പാൻ. വല്ലയിടത്ത് തിന്നടാ. അവന്റെ ഓനെ കോലം കണ്ടില്ലേ? ഇപ്പൊ കറക്റ്റ് എടുത്ത് ചില്ലും കൂട്ടി വെക്കാം. ബോഡി ഷെയിം ചെയ്യാതെ ഏട്ടാ. ഓ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കേട്ടിട്ടുണ്ട്. ബോഡി ഷെയിം ചെയ്തവരാരും ഇന്നീ ഭൂമിയിലില്ല. ഡാ, ഈ മാങ്ങാണ്ടി അടുത്ത് തെക്കേടത്തെ പ്ലാവി കുഴിച്ചിട്ടോണം. ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് പറിക്കാനുള്ളതാ. എടാ, നമുക്ക് ഈ പറമ്പിലെ ചക്കയും മാങ്ങയും പറക്കി വിറ്റാലോ? എന്തേലും കിട്ടൂലേ? ചക്ക വേണ്ട, പാടാ. മാങ്ങ പറിച്ച് വിൽക്കാം. വാ. ഇനി ഞാൻ പിച്ചൂലേ, അയാൾക്ക് ഡൗട്ട് അടിക്കും. പൊതിഞ്ഞു. പേപ്പർ പോഞ്ഞ് കവറിലാക്കാം. പച്ച വേറെ പഴുത്തത് വേറെ വെക്കണേ. ആ, പട്ടാപ്പകൽ ജിമ്മി കയറി 2 യുവാക്കളെ കുത്തിക്കൊന്നു. പ്രതി ഒളിവിൽ. ആ, അതാണ്. അത് ഞങ്ങള് രാവിലെ വായിച്ചേ. എന്ത് വിശ്വസിച്ച് ജിമ്മി പോവൂലേ? എന്തു വിശ്വസിച്ചാ നമ്മളിവിടെ നിൽക്കുന്ന? എന്താടാ? ഇവനല്ലേ ലവൻ? കുഞ്ഞുനാളോട്ട് കേൾക്കണതാ. ഒന്നും കഴിക്കുന്നില്ലേ,
കഴിക്കുന്നൊന്നും ശരീരത്ത് പിടിക്കുന്നില്ലല്ലോ. എന്താ വീട്ടുകാരൊന്നും മേടിച്ചു തരുന്നില്ലേ? ഇത് പറഞ്ഞുകൊണ്ട് നടന്ന് കുടുംബത്തിലെ അമ്മാവനെ ആദ്യം തട്ടി. കുറച്ചാൾ ജയിലിലായിരുന്നു. ഇറങ്ങി നേരെ പോയത് ജിമ്മില്. അപ്പൊ അവിടെ 2 ജിമ്മന്മാര്. ഇത് പ്രോട്ടീനിലൊന്നും നിക്കത്തില്ലല്ലോ, ഡംബല് വിഴുങ്ങേണ്ടി വരുമല്ലോ. ബോഡി ഷെയ്മിങ്, ഷെയിം ഷെയിം, ബോഡി ഷെയിം. അവന്മാരെയും അങ്ങ് തട്ടി. എന്തായാലും ജയിലിൽ പോവും. അപ്പൊ 2 എന്നുള്ളത് 5 ആക്കിയാലോ? അത് കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലടാ. നിന്റെ ശരീരം ഒന്ന് നന്നായി കാണാൻ വേണ്ടി പറഞ്ഞതാ. മോനെ ചില്ലും കുട്ടി സുഖിയ പരിപ്പാടാ. ദിനേശ്, ദിനേശ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? ഒരു പണിയാറിന് പണിനെ ഇറങ്ങിയതാട്ടാ. ബോഡി ഷെയിം ചെയ്യാതെ ഏട്ടാ. ബോഡി ഷെയിം ചെയ്തവരാരും ഇന്നീ ഭൂമിയിലില്ല. ബോഡി ഷെയിമിങ് ചെയ്യുന്നോടാ.